ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇടുന്ന ഒരു വ്ളോഗായിരിക്കും ഇത്. മാത്രമല്ല, നമ്മളുടെ കോഴിക്കോട് ബീച്ചിലാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരത്തിൻ്റെ ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക് ഇപ്രാവശ്യം പ്രോഗ്രാം ഉണ്ടായിരുന്നത്. പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോന്നു. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയായിരുന്നു. പക്ഷേ ഉച്ചയായതുകൊണ്ട് നട്ടപ്പാറ വെയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മളുടെ ഐസിൽ ഇങ്ങനെ നമുക്കിപ്പം സ്വീറ്റ് വേണമെങ്കിൽ സ്വീറ്റ്, ൻ്റെ ഇത് വേണമെങ്കിൽ അങ്ങനെ, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കുടിക്കുമല്ലോ. കോഴിക്കോടത്തെ സ്പെഷ്യൽ ഐസിൻ്റെ മറ്റേ വെള്ളമോ എന്തൊക്കെയോ ഇട്ട്, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് ജസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്ക് തന്നെ വന്നു. അപ്പം മോർണിംഗ് ആൾക്കാരുണ്ടായില്ല വന്നപ്പം, പക്ഷേ അതുപോലെ ആയിരുന്നില്ല. കണ്ടില്ലേ, കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഒരുപാട് ഫുഡ് കഴിക്കാം. നമ്മളിങ്ങനെ കല്ലുമ്മക്കായും ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ, അതായത് തൃശ്ശൂരൊക്കെ കിട്ടൽ കുറവാണല്ലോ. കോഴിക്കോടാണല്ലോ ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഈ ഫുഡിൻ്റെ എന്തോന്ന് കണ്ടതിൻ്റെ ഒരു മുഖത്തെ എക്സ്പ്രഷനാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് കഴിക്കാം ഇത് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എൻ്റെ അനിയനാണെങ്കിൽ അവന് കളറിട്ട ഐസ് വേണമെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സിനിമയിലെ കുറേ കളറുകൾ ഇട്ടത് അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അത് രാവിലെ കിട്ടിയില്ല. അപ്പോൾ വൈകുന്നേരം അതൊന്ന് ട്രൈ ചെയ്യാം. കടകൾ ഒരുപാട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, മോർണിംഗത്തെ പോലെയല്ല. അങ്ങനെ അത് തപ്പിയുള്ള നടത്താണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കുറേ കടകൾ, അതായത് നമ്മുടെ മുട്ടി ചെറിയ ചെറിയ വണ്ടികൾ പോലെയുള്ളൊരു സാധനത്തിൽ കടകൾ. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊന്നും മോർണിംഗ് ഉണ്ടായിരുന്നില്ല ഗൈസ്, രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ കയറിയിട്ട് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഐസിയിൽ കളറുകൾ കുറേ ഇട്ടിട്ടുള്ളത് ഉണ്ടോയെന്ന്. അപ്പോൾ അവിടെ ഇല്ല. നമ്മൾ മോർണിംഗ് കഴിച്ച പോലത്തെ സ്വീറ്റും പിന്നെ നമ്മളുടെ ആ സ്പൈസിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചേട്ടൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ആൾ പറഞ്ഞു ഏതോ ഒരു സൈഡിൽ, അതായത് ആളുടെ കടയുടെ റൈറ്റ് സൈഡിൽ ഒരു സൈഡിൽ ഉണ്ടാവുമെന്ന്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ആ മോർണിംഗ് ആ കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം ഞങ്ങളവിടെ ഇങ്ങനെ ചിന്തിച്ച് നിന്നു, എന്തെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കണോ, കാരണം കുറേ ഉപ്പിലിട്ട സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ, ഫ്ലേവർ ഇട്ടിട്ട് എങ്ങനെയാക്കി തരണ്ടേ, അതുപോലെ കുറേ സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ പൈനാപ്പിൾ, വാട്ടർമെലൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്ലേവേഴ്സ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ആൾ പറഞ്ഞ കടയിലേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കുറച്ച് കടകളിൽ ഞങ്ങൾ ആദ്യം ഒന്ന് നടന്നു, പിന്നെ ഇല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ അവരെന്തൊക്കെയോ ഓറഞ്ച് സർബത്തും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു ഉപ്പ് സോഡ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉപ്പ് സോഡയും ഇതും കഴിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ നല്ല സ്മെല്ല് ഗൈസ്, നല്ല സ്മെല്ല്. ഈ കടയുടെ അടുത്ത് കൂടെ പോയപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. അത് കാരണം എനിക്കിങ്ങനെ എന്താ പറയുക, നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ നല്ല പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ കൊതിയാകുന്നു ഗൈസ്. നല്ല കൂന്തൽ നിറച്ചതും മുട്ട ബജിയും കായ ബജിയും പിന്നെ കാടൻ മുട്ട ഉണ്ടല്ലോ, അത് മസാല ഇട്ടത്, കല്ലുമ്മക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്ലേറ്റ് കൂന്തൽ നിറച്ചത് എനിക്ക് എന്തായാലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലുമ്മക്ക മസ്റ്റാണ്. ആക്ച്വലി എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ അനിയനുണ്ടല്ലോ, ഈ യെല്ലോ ഷർട്ട് ഇട്ടവൻ, അവനാണ് കണ്ണൻ. അപ്പം അവന് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ മേടിച്ചതാണ്. അങ്ങനെ അവൻ കഴിച്ച് നോക്കി, ആദ്യമായിട്ട് കഴിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പം ഇതാണ് കൂന്തൽ നിറച്ചത്. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ കല്ലുമ്മക്ക, കൂന്തൽ നിറച്ചത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ്, ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ്. ഉള്ളിൽ സാധാരണ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ച് തന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉള്ളിലും കൂന്തൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ റോസ്റ്റിൻ്റെ സംഭവമായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ കല്ലുമ്മക്ക. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ ബീച്ചിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ മേടിച്ചിട്ട് പണ്ടെപ്പോഴോ ഇങ്ങനെ നമ്മൾ കക്കയിറച്ചിയൊക്കെ വെക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഇത് കഴിക്കുന്നത് ഇവൻ ആദ്യമായിട്ടാണ്. അപ്പം ഇത് കണ്ടോ, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്യാം.
ഇത് ഒന്നിൽ മറവായിരിക്കും അത് അതിൻ്റെ ഉള്ളിലോ ക്ലീൻ ആക്കുമ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റും. വെറുതെ എലന്തപ്പഴം നിനക്കിതാ. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ അവിടെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ പോയത് നമ്മളുടെ ഉപ്പിലിട്ട സാധനങ്ങൾ കഴിക്കാനായിരുന്നു. ഇലന്തപ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് എത്ര പേർക്ക് അറിയുമെന്നൊന്നും എനിക്കറിയില്ല. ബാംഗ്ലൂരൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ പഴം കിട്ടും. അത് പക്ഷേ നമുക്കിങ്ങനെ ഒരു നെറ്റിലാക്കിയിട്ട് കുറേയാണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു വലുതാണ് കേട്ടത്. ഇതിൻ്റെ ഉള്ളിലൊരു വലിയ കായ ഉണ്ടാവും. അതുപോലെ പേരക്ക അറിയാലോ, പേരക്ക, പാവക്കല്ല, മാങ്ങ, പപ്പായ, പൈനാപ്പിൾ, നെല്ലിക്ക, അങ്ങനെ എല്ലാ സാധനങ്ങളും, ഒരുപാട് ക്യാരറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബയ്യയുടെ അടുത്ത് നമ്മൾ ഭയങ്കര കമ്പനിയായിട്ടോ. കാരണം നമ്മളിങ്ങനെ ഓടി നടന്ന് നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം, ആളെടുത്ത് തരുമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടി നടന്നെടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ അതുമാണ് ഈ ഇളന്തപ്പഴം കഴിക്കാമെന്ന് പറഞ്ഞത്. എനിക്ക് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു എന്ത് കഴിക്കുമെന്ന്. പക്ഷേ ഇളന്തപ്പഴമായിരുന്നു ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കഴിക്കാനല്ല, നല്ല ചമ്മന്തി ഉണ്ടാവും അതിൻ്റെ അടുത്ത് തന്നെ. അപ്പം ഫസ്റ്റ് ഞാനിങ്ങനെ വെറുതെ കഴിച്ചു നോക്കി. അപ്പം അത്രയ്ക്ക് അങ്ങ് സാറ്റിസ്ഫൈഡ് ആയില്ല. കുഴപ്പമില്ല, അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചുവ പോലെയൊക്കെ എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്തതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ തീറ്റയ്ക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് കഴിച്ചിട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ നല്ലതുപോലെ കഴിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് കമൻറ്റൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഈ ഇളന്തപ്പഴം തന്നെ എടുത്തിട്ട് കുറച്ച് ചാറ്, അതായത് നമ്മൾ മുളക് ചാറ് കുറച്ച് ഒഴിച്ചിട്ട് കഴിച്ച് നോക്കി. അപ്പോൾ അതുമാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. അതും ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ കുറച്ചും കൂടെ ഈ മുളക് ചാറ് കോരി ഒഴിച്ചു. അപ്പോൾ ഇവന് ഓൾറെഡി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അവൻ എനിക്ക് തന്നു കേട്ടോ കുറച്ച് കോരി ഒഴിച്ചത്. ഗൈസ് ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. വെറുതെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം പിന്നെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കിയ കുറേ സ്കൂൾ കുട്ടികൾ എന്തോ ഒരു ഇതിന് വന്നാന്ന് തോന്നുന്നു. അവരിങ്ങനെ ചുമ്മാ ട്രിപ്പിനൊക്കെ വരുമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പെൺകുട്ടികൾ നമ്മളുടെ ഷോപ്പിലേക്ക് വന്നു. അപ്പോൾ അവന്മാരെ ജസ്റ്റ് ഇങ്ങനെ വായിയൊക്കെ നോക്കി നിന്നിട്ടോ. ഞാനാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, ഓരോന്നെടുക്കുക, മുളക് ഒഴിക്കുക, കഴിക്കുക. പേരക്കയും അടിപൊളിയായിരുന്നു. പിന്നെ അതും എടുത്തുകൊണ്ട് വന്നത് ഈ പേരക്കയായിരുന്നു. പേരക്ക നമ്മൾ പറഞ്ഞിട്ട് നമ്മളുടെ ചേട്ടനല്ല ബയ്യ നമുക്ക് കട്ട് ചെയ്ത് തന്നു ഗൈസ്. എങ്ങനെയുണ്ട്? വെക്കുമ്പോഴും അലിഞ്ഞു പോവും. അപ്പൊ ഒരു പുതിയത് എടുത്ത് വെക്കും. പുതിയ ഓപ്പൺ കണ്ടോ? ഇപ്പം നിങ്ങൾ വിചാരിക്കും ആ ബയ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാണിക്കാൻ പറഞ്ഞതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ബയ്യയ്ക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നല്ല, ബയ്യയ്ക്ക് നാണമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ബയ്യ ആക്ച്വലി പോകുന്നതിന് മുന്നേ ബയ്യ കഴിച്ചുകൊണ്ടിരുന്ന പോപ്കോൺ നമുക്ക് പാക്കറ്റ്, അതായത് നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് 2 എടുത്ത് കഴിച്ചിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞു. അതുമാണ് പോകുന്നതിന് മുന്നേ ഹഗ്ഗൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം പുള്ളിക്കാരൻ ആ പാക്കറ്റ് മൊത്തം
മൊത്തം കഴിച്ചോളാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിർബന്ധിച്ച് തന്നിട്ടൊക്കെയാണ് വിട്ടത്. ഇനി വരുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈയും പറഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പം നമുക്ക് കഴിക്കാൻ, അതായത് ഫുഡ് കഴിക്കാനുള്ള വയറില്ല, അത്ര മാത്രം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പം അതിന് വയറ് ബാക്കി വെക്കണം എന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് അങ്ങനെ നേരെ ഇറങ്ങി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അത് പറഞ്ഞു, നീ മിഠായി തെരുവ് കണ്ടിട്ടില്ലല്ലോ, നമുക്കെന്നാൽ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. കാരണം ഇന്ന് നമുക്ക് ടൈമുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ പോയത് മിഠായി തെരുവിലേക്കാണ്. ഇതാണ് കേട്ടോ മിഠായി തെരുവ്. നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു സ്ട്രീറ്റ്. അവിടെ കുറേ ചെക്കന്മാർ മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങളില്ല. ചെക്കന്മാരും അങ്കിൾമാരും ഒക്കെ ഇങ്ങനെ കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളിങ്ങനെ മാടി വിളിക്കും, വാ കയറി വാ, ഹലുവ വാങ്ങിയിട്ട് പോവും, മധുരം വാങ്ങിയിട്ട് പോവും, ഡ്രസ്സ് എടുത്തിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സ്ട്രീറ്റ്, കുറേ ഡ്രസ്സ് കടയും കണ്ടോ, ഹലുവ കടയും ഒക്കെ ഉള്ളത്. കൂടുതലായിട്ട് ഞാൻ അവിടെ കണ്ടത് ഈ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ. ചെരുപ്പിൻ്റെയും ഡ്രസ്സിൻ്റെയും, ചെരുപ്പിൻ്റെയൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് അവിടെ ഒരുപാട് വില കുറഞ്ഞിട്ടൊന്നും ഫീൽ ചെയ്തില്ല. വില അത്യാവശ്യം നല്ല വിലയുണ്ട്, പക്ഷെ സാധാരണ പ്രൈസ് തന്നെയാണ്. പക്ഷെ ഒരുപാട് ഷോപ്പുള്ളത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കയറി നോക്കാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നത് വരെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇത്ര തിരക്ക്, എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തന്നെ അത് പറഞ്ഞു, അതിന് ടീഷർട്ട് നോക്കണം, ഇവിടെ കുറേ വെറൈറ്റീസ് കിട്ടുമെന്ന്. അങ്ങനെ ടീഷർട്ട് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കടയിൽ കയറി കുറേ നേരം നിന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടാതെ അടുത്ത കടയിൽ കയറി ഗൈസ്. ഒരുപാട് നേരം അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തു. അവസാനം പ്രാന്തായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല പോകണമെന്ന്. അങ്ങനെ ടയേർഡായി ലാസ്റ്റ് വ്ളോഗിൻ്റെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ കാറിൽ കയറി ഇരിക്കുവാണ്. പിന്നെ ഇതോടുകൂടി ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ. അതിനൊന്നും കിട്ടിയില്ല, എനിക്കും ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.